ദേശീയപാത ഉദ്യോഗസ്ഥനെ മർദ്ദിച്ച കേസിൽ ഹിമാചൽ മന്ത്രിക്കെതിരെ എഫ്ഐആർ. പഞ്ചായത്ത് രാജ് മന്ത്രി അനിരുദ്ധ് സിംഗ് റാണയ്ക്കെതിരെയാണ് കേസ്. ഷിംലയിൽ 5 നില കെട്ടിടം തകർന്നത് സംബന്ധിച്ച് പരിശോധനയ്ക്കിടെയാണ് മന്ത്രി ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചത്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്ത് കാരണം പറഞ്ഞായിരുന്നു മർദ്ദനം? എന്തൊക്കെയാണ് വിശദാംശം? കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഷിംലയ്ക്ക് സമീപം ഒരു 5 നില കെട്ടിടം തകർന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രിയും മറ്റു ആളുകളും അവിടെ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെയാണ് ദേശീയപാത ഉദ്യോഗസ്ഥർ അവിടെ എത്തിയത്. ദേശീയപാത ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നതിനാണ് മന്ത്രി ഈ ദേശീയപാത ഉദ്യോഗസ്ഥനെയും ഈ അച്ചൽ ജിൻഡാലിനെയും മറ്റു ചില ആളുകളെയും കൂടി ചേർത്ത് റൂമിലേക്ക് വിളിക്കുന്നത്. മുറിയിൽ വെച്ച് സംസാരിക്കുന്നതിനിടെയാണ് ഈ ജിൻഡാലിനെ മന്ത്രി മർദ്ദിക്കുന്നത്. ക്രൂരമായ മർദ്ദനമേറ്റ ജിൻഡാൽ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാരണം വാക്കുതർക്കമാണെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണ് പരാതിയിലുമുള്ളത്. മന്ത്രിയുമായി മന്ത്രി ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകിയില്ല എന്നത് പ്രകോപനമായി. ആ പ്രകോപനമാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും മന്ത്രിക്കെതിരെ ഗുരുതരമായ, അതായത് ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തുക അല്ലെങ്കിൽ അത് തടസ്സപ്പെടുത്തി ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചു, മാരകമായ മർദ്ദനമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ വിവിധങ്ങളായ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ മന്ത്രി അനിരുദ്ധ് സിംഗ് റാണയ്ക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. എന്തായാലും ഒരു ദേശീയപാത ഉദ്യോഗസ്ഥനെ ഒരു മന്ത്രി മർദ്ദിക്കുന്ന സാഹചര്യം കോൺഗ്രസ് സർക്കാരിനെതിരെ. ഇദ്ദേഹം അനിരുദ്ധ് സിംഗ് ഹിമാചൽ പ്രദേശിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും പൊതുമരാമത്ത് മന്ത്രിയുമാണ്, പഞ്ചായത്ത് രാജ് മന്ത്രിയുമാണ്. അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണമാണ് ബി ജെ പി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നത്. ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുന്ന തലത്തിലേക്ക്, ആ നിലവാരത്തിലേക്ക് മന്ത്രി തരം താഴ്ന്നു. മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ വലിയ വീഴ്ചയാണ് എന്ന രൂപത്തിൽ പ്രതിപക്ഷ പാർട്ടികളും വലിയ ആരോപണം ഉന്നയിക്കുന്നുണ്ട്.